പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ഹോപ്സ് PSCയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലിക വിഷയങ്ങളിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധങ്ങളായിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റിയാണ്. ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ചോദ്യം പറയും, അതിനെ ആധാരമാക്കി വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങളെ ആധാരമാക്കിയായിരിക്കും കൃത്യമായിട്ടും ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചോദ്യം ഇതാണ്: 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ പ്രധാനമായിട്ടും ആരൊക്കെയാണ്? 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗുൽസാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2 രാം ഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒന്ന് ഗുൽസാർ, 2 രാം ഭദ്രാചാര്യയാണ്. ഗുൽസാർ ഗസൽ സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നീട് ജഗദ്ഗുരു രാം ഭദ്രാചാര്യയാണ്. അദ്ദേഹം ആത്മീയ പണ്ഡിതനാണ്. 400-ലധികം എപ്പിക് ബുക്കുകൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ കൊടുത്തു തുടങ്ങിയത് 1965 മുതലാണ് രാജ്യത്ത്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് പ്രധാനമായിട്ടും ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പിനാണ്. മലയാളിയായിട്ടുള്ള വ്യക്തിക്കാണ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 6 മലയാളികൾക്ക് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1965 ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. പിന്നീട് രണ്ടാമതായിട്ട് മലയാളി എന്ന നിലയിൽ രണ്ടാമതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി SK പൊറ്റക്കാടാണ്. 1980 മൂന്നാമതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. നാലാമതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി 1995 MT വാസുദേവൻ നായർക്കാണ്. അഞ്ചാമതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി 2007 ONV കുറുപ്പിനാണ്. ആറാമതായി അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ 6 മലയാളികൾ വിവിധങ്ങളായിട്ടുള്ള വർഷങ്ങളിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ചേരുംപടി ചേർക്കുക എന്ന തരത്തിൽ പ്രധാനമായിട്ടും അത്തരത്തിൽ മലയാളികളെ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദ്യം കൃത്യമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നീട് നമുക്കറിയാം, പ്രധാനമായിട്ടും ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു 6 മലയാളികൾക്ക് ലഭിച്ചു. 2023 ലഭിച്ചത് ഗുൽസാറും രാം ഭദ്രാചാര്യ, അടുത്ത പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം, 2023 ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതി എത്ര പേർക്കാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ 132 പേർക്കാണ് പത്മ അവാർഡുകൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 132 പേർക്ക് പത്മ അവാർഡുകൾ ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 132 പേരിൽ പ്രധാനമായിട്ടും 5 പേർക്ക് പത്മവിഭൂഷൺ 2024 ലഭിച്ചിട്ടുണ്ട്. 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 110 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 132 പേർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ 5 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 17 പേർക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 110 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 30 വനിതകൾക്ക്
പത്മ അവാർഡുകൾ ലഭിച്ചു. പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയും ചേർത്ത് 30 വനിതകൾക്കാണ് പത്മ അവാർഡുകൾ ഔദ്യോഗികമായിട്ട് 2024 ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിൽ 2 മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചു. 2 മലയാളികൾക്ക് പത്മഭൂഷൺ ലഭിച്ചു. 6 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. 6 മലയാളികൾക്കാണ് ഔദ്യോഗികമായിട്ട് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ആ കണക്കുകളൊക്കെ മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുൻവർഷങ്ങളിലെ പത്മശ്രീയുമായി ബന്ധപ്പെട്ട് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ പ്രസ്താവന രീതിയിലുമല്ലാതെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. രാജ്യത്ത് 5 പേർക്കാണ് പ്രധാനമായിട്ടും പത്മ വിഭൂഷൺ അവാർഡ് ലഭിച്ചത് എന്ന് പറഞ്ഞു. 5 പേർക്ക്, 5 വ്യക്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പ്രധാനമായിട്ടും വെങ്കയ്യ നായിഡുവാണ്. അതായത് മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള വെങ്കയ്യ നായിഡുവിനാണ് ഒന്നാമതായിട്ട് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത്. 2 ആര് എന്ന് ചോദിച്ചാൽ പത്മ സുബ്രഹ്മണ്യമാണ്. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിലെ പ്രധാനമായിട്ടും പ്രശസ്തി ആർജിച്ചിട്ടുള്ള നർത്തകിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യത്തിനാണ്. 3 വൈജയന്തിമാലയാണ്. 4 ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ബിന്ദ്വേശ്വർ പഥക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബിന്ദ്വേശ്വർ പഥക്. 5ാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ചിരഞ്ജീവിയാണ്. ഈ ചിരഞ്ജീവിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് PSC കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ശിവശങ്കര വരപ്രസാദ്. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചിരഞ്ജീവിയുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്, ശിവശങ്കര വരപ്രസാദ്. 5 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ 2024 ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 2 മലയാളികൾക്ക് പത്മഭൂഷൺ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ നമ്മൾ GK ലെവൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതേ രീതിയിൽ PSCയുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ആദ്യ വനിതയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള വനിതയാണ്. തിരുവിതാംകൂറിൽ നിന്നും നിയമബിരുദം കരസ്ഥമാക്കിയ ആദ്യ മുസ്ലിം വനിത കൂടിയാണ്. 2ാമത് പത്മഭൂഷൺ അവാർഡ് ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് O രാജഗോപാലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന MLA ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് O രാജഗോപാൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ള. ഇനി പത്മശ്രീ പ്രധാനമായിട്ടും ലഭിച്ചത് പ്രധാനമായിട്ടും ആർക്കൊക്കെ? 6 പേർക്ക് പ്രധാനമായിട്ടും പത്മശ്രീ 2024 കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 6 പേർക്കാണ് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ സദനം ബാലകൃഷ്ണൻ. അദ്ദേഹം പ്രധാനമായിട്ടും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കഥകളി ആചാര്യനാണ് അദ്ദേഹം. 2 ആര് എന്ന് ചോദിച്ചാൽ EP നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം തെയ്യം കലാരൂപവുമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് EP നാരായണൻ എന്നുള്ളത്. 3 ആര് എന്ന് ചോദിച്ചാൽ അതായത് സത്യനാരായണൻ ബാലേരിയാണ്. അദ്ദേഹം കർഷകനാണ്. നെൽകർഷകനായിട്ടുള്ള കാസർഗോട്ടെ നെൽകർഷകനായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് സത്യനാരായണൻ ബാലേരി എന്നുള്ളത്. പിന്നീട് അടുത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതായത് പത്മശ്രീ കേരളത്തിൽ നിന്നും 2024 ലഭിച്ചിട്ടുള്ള അടുത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ മുനി നാരായണ പ്രസാദ് എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും പണ്ഡിത മേഖലയിൽ ആധ്യാത്മിക മേഖലയിൽ പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടാണ് അടുത്ത, അതായത് പ്രധാനമായിട്ടും 5ാമത് പത്മശ്രീ ലഭിച്ച 2024 പത്മശ്രീ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം എഴുത്തുകാരനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടുള്ള കേരളീയനായിട്ടുള്ള വ്യക്തിയാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നുള്ളത്. പിന്നീട് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, തിരുവിതാംകൂറിലെ രാജകുടുംബ അംഗമായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തുടങ്ങിയ 6 പേർക്കാണ് 2024 പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പത്മശ്രീ പുരസ്കാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പത്മ പുരസ്കാരങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞു.
അപ്പോൾ ആ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ആ പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച ഒരു വ്യക്തിയുണ്ട്. അതായത് 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് എന്ന് പറഞ്ഞു. അതിൽ ബിന്ദ്വേശ്വർ പതക് എന്ന് പറയുന്ന വ്യക്തിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതായത് ബീഹാറിലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പുരസ്കാരമായിട്ടുള്ള 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സരസ്വതി സമ്മാൻ പുരസ്കാരം അതായത് അടുത്ത പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2023 സരസ്വതി സമ്മാൻ അതായത് 33ാമത് സരസ്വതി സമ്മാനാണ് 2023 ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാൻ ജേതാവ് മലയാളിയായിട്ടുള്ള പ്രഭ വർമ്മ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഉപദേശകരിൽപ്പെട്ട ഒരാളായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള പ്രഭ വർമ്മയ്ക്കാണ് അത്തരത്തിൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള രൗദ്ര സ്വാത്വികം എന്ന് പറയുന്ന കൃതി ചോദിക്കാം. രൗദ്ര സ്വാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ്. അതായത് ഈ സരസ്വതി സമ്മാൻ പ്രധാനമായിട്ടും അത്തരത്തിൽ വിതരണം ചെയ്യുന്നത് ബിർള ഫൗണ്ടേഷനാണ്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാൻ്റെ സമ്മാന തുക എന്നുള്ളത്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാൻ്റെ സമ്മാന തുകയായിട്ട് വരുന്നത്. ഈ പ്രാവശ്യത്തിൽ 2023 33ാമത് സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭ വർമ്മ രൗദ്ര സ്വാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് അത്തരത്തിൽ അദ്ദേഹത്തിന് അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതായത് മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അർജൻ കുമാർ സിക്രിയാണ് ഇതിൻ്റെ അതായത് സെലക്ഷൻ കമ്മിറ്റിയുടെ തലവനായിരുന്നത്, ജൂറി തലവനായിരുന്നത്. അത്തരത്തിൽ പ്രധാനമായിട്ടും അർജൻ കുമാർ സിക്രിയാണ്. ചിലപ്പോൾ ചോദിക്കാം 2023 സരസ്വതി സമ്മാൻ സെലക്ഷൻ തലവൻ ആരായിരുന്നു എന്ന് ചോദിക്കാം. അത് അർജൻ കുമാർ സിക്രി എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇനി പ്രധാനമായിട്ടും ചോദിക്കാം അത്തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളുണ്ട്. കൃതികൾ അദ്ദേഹത്തിൻ്റെ രൗദ്രസ്വാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ഈ സരസ്വതി സമ്മാൻ ലഭിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ സൗപർണിക എന്ന് പറയുന്ന കൃതി രചിച്ചത് അത്തരത്തിൽ പ്രഭ വർമ്മയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പ്രഭാവർമ്മ രചിച്ച മറ്റു കൃതികൾ PSC ചോദിച്ചിട്ടുണ്ട്. ശ്യാമമാധവം എന്ന് പറയുന്ന കൃതി രചിച്ചത് PSCയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. ശ്യാമമാധവം എന്ന് പറയുന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ്. അതുപോലെ തന്നെ അർക്കപൂർണിമ എന്ന് പറയുന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ്. ചിലമ്പ് എന്ന് പറയുന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ്. ആർദ്രം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് എന്നുള്ളതാണ്. ഇനി 2022 പ്രധാനമായിട്ടും സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ 2022 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ശിവശങ്കരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സൂര്യവംശം എന്ന് പറയുന്ന കൃതി 2022 സരസ്വതി സമ്മാൻ ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ശിവശങ്കരി സൂര്യവംശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ശിവശങ്കരിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ മുൻവർഷ ചോദ്യം പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഈ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ കൃതിയും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 2023 വ്യാസ സമ്മാൻ ജേതാവ് അതായത് ബിർള ഫൗണ്ടേഷൻ തന്നെ നൽകുന്ന മറ്റൊരു രാജ്യത്തെ പുരസ്കാരമാണ് വ്യാസ സമ്മാൻ എന്നുള്ളത്. 2023 വ്യാസ സമ്മാൻ ജേതാവ് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ അതായത് അത് ആ കൃതിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് പ്രധാനമായിട്ടും UPSCയുടെ പരീക്ഷകൾക്ക് ആ 2022 വ്യാസ സമ്മാനുമായി ബന്ധപ്പെട്ടുള്ള പുരസ്കാരത്തിനർഹമായിട്ടുള്ള കൃതി ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ലഭിച്ചത് പുഷ്പ ഭാരതി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. 2023 33ാമത് വ്യാസ സമ്മാൻ ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ പുഷ്പ ഭാരതി എന്ന് പറയുന്ന വ്യക്തിയാണ്. പുഷ്പ ഭാരതിക്കാണ് 2023 വ്യാസ സമ്മാൻ പ്രധാനമായിട്ടും വ്യാസ സമ്മാൻ ജേതാവ്. അതായത് അവരുടെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള യാദീൻ യാദേൻ ഔർ യാദേൻ എന്ന് പറയുന്ന കൃതിക്കാണ്. യാദീൻ യാദേൻ ഔർ യാദേൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി 2022
പ്രധാനമായിട്ടും അത്തരത്തിൽ ഈ ഒരു പുരസ്കാരം വ്യാസസമ്മാൻ 32ാമത് വ്യാസസമ്മാൻ പുരസ്കാരം പ്രധാനമായിട്ടും നേടിയത് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ ഗ്യാൻ ചതുർവേദി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗ്യാൻ ചതുർവേദി എന്ന് പറയുന്ന വ്യക്തി. ഈ ഗ്യാൻ ചതുർവേദിയുടെ പകൽഖാന PS ചോദിച്ചിട്ടുണ്ട്. ആ കൃതി പകൽഖാന എന്ന് പറയുന്ന കൃതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീണ്ടും ചോദിച്ചിട്ടുണ്ട് 2022 വ്യാസസമ്മാൻ ജേതാവ് ആരാണ്? അത് പ്രധാനമായിട്ടും ഗ്യാൻ ചതുർവേദിയാണ്. അദ്ദേഹത്തിൻ്റെ പകൽഖാന എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ജ്ഞാനപീഠം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പത്മ അവാർഡുകൾ പറഞ്ഞിട്ടുണ്ട്, സരസ്വതി സമ്മാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യാസസമ്മാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെയാണ്. ഇനി പ്രധാനമായിട്ടും വീണ്ടും പരീക്ഷകൾക്ക് ചോദിക്കാം, 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ചോദിക്കാൻ സാധ്യതയുള്ളത്. 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാനാണ് 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. എന്നാൽ വീണ്ടും PSC കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് 52ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? ആശ പരേഖ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആശ പരേഖാണ് 52ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? രജനീകാന്താണ്. ചോദിച്ചിട്ടുണ്ട് 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് രജനീകാന്താണ്. 50ാമത് വീണ്ടും ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് 50ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് 50ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് അമിതാഭ് ബച്ചനുമാണ്. 50ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് അമിതാഭ് ബച്ചനുമാണ്. അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ചോദിച്ച ചോദ്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് പ്രധാനമായിട്ടും 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി കവി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി കവി അതാര് എന്ന് ചോദിച്ചാൽ EV രാമകൃഷ്ണനാണ് എന്നുള്ളതാണ്. കൂടെ പറയണമാരാണ്? EV രാമകൃഷ്ണനാണ്. അതായത് മലയാള നോവലിൻ്റെ ദേശനാമങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ്, ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും എന്ത് ലഭിച്ചിട്ടുള്ളത്? അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി 2022 പ്രധാനമായിട്ടും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്ക് എന്ന് ചോദിച്ചാൽ പ്രൊഫസർ M തോമസ് എന്ന് പറയുന്ന വ്യക്തി. പ്രൊഫസർ M തോമസ് ആശാന്റെ സീതായാനം എന്ന് പറയുന്ന കൃതിക്കാണ് 2022 പ്രധാനമായിട്ടും അത്തരത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി കവി പ്രൊഫസർ M തോമസ് ആശാന്റെ സീതായാനം എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി അടുത്തത് നമുക്ക് വയലാർ അവാർഡ് നോക്കാം. 2023 വയലാർ അവാർഡ് ജേതാവ് 47ാമത് വയലാർ അവാർഡാണ് പ്രധാനമായിട്ടും 2023 പ്രഖ്യാപിക്കപ്പെട്ടത്. വയലാർ അവാർഡ് ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച പ്രധാനപ്പെട്ട കൃതിയാണ് ജീവിതം ഒരു പെണ്ടുലം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ്. ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? അതായത് അത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് ഈ അടുത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വായിക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ആത്മകഥ ആണ് ജീവിതം ഒരു പെണ്ടുലം എന്നുള്ളത്. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ്. 47ാമത് വയലാർ അവാർഡ് നേടിയ കൃതിയാണ് എന്നുള്ളതാണ്. ഇനി 2022 പ്രധാനമായിട്ടും വയലാർ അവാർഡ് ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ S ഹരീഷ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. S ഹരീഷിൻ്റെ മീശ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആദ്യ കവിതാ സമാഹാരമാണ് രസവിദ്യയുടെ ചരിത്രം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. അതുപോലെ തന്നെ അപ്പൻ, ആദം, ആഗസ്റ്റ് 17, ഗൊഗോളിൻ്റെ കവിതകൾ തുടങ്ങിയ കൃതികളൊക്കെ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും S ഹരീഷാണ്. അപ്പോൾ അപ്പൻ, ആദം, ഗൊഗോളിൻ്റെ കവിതകൾ, അതുപോലെ തന്നെ ആഗസ്റ്റ് 17 തുടങ്ങിയ കൃതികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ S ഹരീഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃതികൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി 2023 പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. PC അത് ചോദിച്ചുള്ളതാണ്. 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയാണ്. അതായത് ശ്രീകുമാരൻ തമ്പി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് എന്ന് ചോദിച്ചാൽ ഹൃദയ ഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത്. ഹൃദയ ഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഹൃദയ ഗീതങ്ങളുടെ കവിയാണ് അദ്ദേഹം. 1940 മാർച്ച് 16 ആലപ്പുഴ ജില്ലയിലെ
ഹരിപ്പാട് ജനിച്ചിട്ടുള്ള സിനിമാ സംവിധായകനായിട്ടുള്ള കവിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. വീണ്ടും ചോദിക്കാൻ ചിലപ്പോൾ 2024 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ, ഗായകനായിട്ടുള്ള പി ജയചന്ദ്രനാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രഥമ പുരസ്കാരം ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ ചിലപ്പോൾ ചോദിക്കാം. അതായത് കവിയും മാലാഖമാരും എന്ന് പറയുന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറുടെ വീണ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കൊരു താരാട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. അതുപോലെ തന്നെ മകൻ്റെ ചുംബനം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൃതികളാണ്. ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് എന്നുള്ള കാര്യം ഓർക്കുക. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചാൽ അത് വീരമണിദാസൻ. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് അത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിയും. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും ആരാണ്? വീരമണിദാസനുമാണ്. അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാം എന്നുള്ളതാണ്. അടുത്ത 2023 പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ്, അതായത് പൂന്താനം മഹാകവിയുടെ പേരിൽ കൊടുക്കപ്പെടുന്ന ജ്ഞാനപ്പാന പുരസ്കാരം എന്നുള്ളത്, ജ്ഞാനപ്പാന അവാർഡ് എന്നുള്ളത്. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാര് എന്ന് ചോദിച്ചാൽ അതായത് വി മധുസൂദനൻ നായരാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം പൂന്താനം മഹാകവിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ ഭക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് പൂന്താനം മഹാകവിയാണ് എന്നുള്ളതാണ്, പൂന്താനം നമ്പൂതിരിപ്പാടിനെയാണ് എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും ജ്ഞാനപ്പാന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി അത്തരത്തിൽ നമുക്ക് മലയാള സാഹിത്യത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളൊക്കെ അവിടെ നിന്നും കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മാളിക മുകളേറിയ മണ്ണൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന അഭിപ്രായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്ന വചനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന്താനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൂടിയല്ല മരിക്കുന്ന നേരത്തും, കൂടിയല്ല പിറക്കുന്ന നേരത്തും, മധ്യയിങ്ങനെ കാണുന്ന നേരത്തും, മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വചനവും പൂന്താനം മഹാകവിയുടേതാണ്. അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്തും ഇത്തരത്തിലുള്ള വചനങ്ങളിൽ നിന്നും PSC പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ വരാറുള്ളതാണ്. ആ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായരാണ്. അപ്പോൾ വചനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഈ അടുത്ത് പരീക്ഷകൾക്ക് ചോദിച്ചു, അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതായത് കേരളീയ നവോത്ഥാനത്തെ മാനവികതയിലേക്ക് നയിച്ചിട്ടുള്ള, കേരളീയ നവോത്ഥാനത്തിന് പ്രധാനമായിട്ടും ഏറെ സംഭാവന നൽകിയിട്ടുള്ള, കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ 2022 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ 2022 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി 2023 ബന്ധപ്പെട്ട് അടുത്ത ഒരു സാഹിത്യ പുരസ്കാരമാണ് 2023 ONV സാഹിത്യ പുരസ്കാരം. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സി രാധാകൃഷ്ണനാണ്. 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ടി പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനും 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള വസ്തുതകളും അതിലുണ്ട് എന്നുള്ളതാണ്. ഇനി
അടുത്ത 2023 അടുത്ത പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊന്നാണ് മലയാറ്റൂർ പുരസ്കാരം. 2023 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ VJ ജെയിംസ് ആണ്. അദ്ദേഹത്തിൻ്റെ കൃതി PS ചോദിച്ചുള്ളതാണ്. ആൻറ്റി ക്ലോക്ക് എന്ന് പറയുന്ന കൃതിക്കാണ് VJ ജെയിംസിന് 2023 അത്തരത്തിൽ പ്രധാനമായിട്ടും മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. 2022 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഏറെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ബെന്യാമിൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ആടുജീവിതം. അത് സിനിമയായിട്ടുണ്ട്. അത് ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജിൻ്റെ ഒരു അഭിനയ മികവിലൂടെ അത്തരത്തിൽ ഉള്ള ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആടുജീവിതവും അതിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടൊക്കെ മലയാളി സാഹിത്യത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഈ അടുത്ത് വന്നിട്ടുള്ളതാണ്. പ്രധാന കഥാപാത്രമാണ് നജീബ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിയൊക്കെ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ബെന്യാമിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇനി 2023 ബന്ധപ്പെട്ട് അടുത്ത ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നുള്ളത്. ഏറെ വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് 31ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും SK വസന്തൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അതായത് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമായത്. അതായത് SK വസന്തൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ SK വസന്തനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എൻ്റെ ജനത, എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന കൃതി രചിച്ചത് SK വസന്തനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന് പറയുന്ന കൃതി രചിച്ചത് SK വസന്തൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു കൃതിയാണ്. പിന്നീട് SK വസന്തൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ്, അതായത് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന് പറയുന്ന കൃതി രചിച്ചതും SK വസന്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കൃതിയാണ് നമ്മൾ നടന്ന വഴികൾ എന്ന് പറയുന്ന കൃതി രചിച്ചതും SK വസന്തനാണ്. ചിലപ്പോൾ കൃതികളിൽ നിന്നും ചോദ്യങ്ങൾ വരാം, അങ്ങനെയൊക്കെ PSC ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവാണ്. അതായത് പാണ്ഡവപുരം എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതായത് അടയാളങ്ങൾ എന്ന് പറയുന്ന കൃതി രചിച്ചത്, മറുപുറം എന്ന് പറയുന്ന കൃതി രചിച്ചത്, വനവാസം എന്ന് പറയുന്ന കൃതി രചിച്ചത് തുടങ്ങിയ കൃതികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സേതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ്. ഇനി 2023 തന്നെ മറ്റൊരു പുരസ്കാരമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. എപ്പോഴും PSCയുടെ പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഓടക്കുഴൽ അവാർഡ് എന്നുള്ളത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് PN ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ്. അപ്പോൾ PN ഗോപികൃഷ്ണൻ 2023 ഓടക്കുഴൽ അവാർഡ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2022 പ്രധാനമായിട്ടും ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അംബികാസുധൻ മങ്ങാട് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഏതു കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ പ്രാണവായു. അത് PSC എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഈ അടുത്തും പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ്. പ്രാണവായു എന്ന കൃതിക്കാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അവിടെ നിന്നും പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ വരാം. ഇനി 2023 തന്നെ കേരള ജ്യോതി പുരസ്കാരം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ 2022 മുതൽ കൊടുത്തു തുടങ്ങിയ ഔദ്യോഗികമായിട്ടുള്ള ബഹുമതിയാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരം. അതിൽ കേരള ജ്യോതി പുരസ്കാരം 2023 നേടിയത് ആര് എന്ന് ചോദിച്ചാൽ T പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ആദ്യ കേരള ജ്യോതി പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരായിരുന്നു. പിന്നീട് 2023 തന്നെ കേരള പ്രഭ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്, രണ്ട് അത് ചോദ്യം വരാവുന്നതാണ്. അതായത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് 2023 കേരള പ്രഭ പുരസ്കാരം 2 പേര്, ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവി, 2 സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിക്കാണ്. പിന്നീട് 2022 കേരള പ്രഭ പുരസ്കാരങ്ങൾ, അതായത് 5 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം. അതായത് 1, 2, 5 എന്നിങ്ങനെ ക്രമത്തിലാണ് ആ പുരസ്കാരങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു വരുന്നത്. 2023 പ്രധാനമായിട്ടും അത്തരത്തിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ
ഒന്ന് പുനലൂർ സോമരാജനാണ്. അദ്ദേഹം പ്രധാനമായിട്ടും സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയാണ്. 2 ഡോക്ടർ PV ഗംഗാധരനാണ്. 3 രവി DC-ക്കാണ്. 4 പ്രധാനമായിട്ടും KM ചന്ദ്രശേഖരനാണ്. പിന്നീട് പണ്ഡിറ്റ് രമേശൻ നായർ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് പ്രധാനമായിട്ടും കേരള പ്രഭ പുരസ്കാരം ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടും ആർക്കെന്ന് ചോദിച്ചാൽ പുനലൂർ സോമരാജൻ, ഡോക്ടർ PV ഗംഗാധരൻ, രവി DC, അതുപോലെ തന്നെ KM ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേശൻ നായർ തുടങ്ങിയവർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത മറ്റൊരു പുരസ്കാരമാണ് 2023 JCB പുരസ്കാരം എന്നുള്ളത്. അതായത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യമായിട്ട് JCB പുരസ്കാരം ലഭിച്ചത് PS ചോദിച്ചിട്ടുള്ളതാണ്, ബെന്യാമിനാണ് ലഭിച്ചിട്ടുള്ളത്. 2023 JCB പുരസ്കാരം തമിഴ് സാഹിത്യകാരനായിട്ടുള്ള പെരുമാൾ മുരുകനാണ്. ആലണ്ട അപ്പാച്ചി എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി 2022 JCB പുരസ്കാര ജേതാവ് ഖാലിദ് ജാവേദ്. നിമത് ഖാന എന്ന് പറയുന്ന കൃതി, ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന കൃതിക്കാണ് 2022 JCB പുരസ്കാരം ജേതാവ് ഖാലിദ് ജാവേദ്. നിമത് ഖാന അല്ലെങ്കിൽ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി 2023 മാതൃഭൂമി പുരസ്കാര ജേതാവ്, ഈ അടുത്താണ് മാതൃഭൂമി പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത്. അത് സക്രിയയ്ക്കാണ് 2023 മാതൃഭൂമി പുരസ്കാരം ചോദിക്കാറുള്ളതാണ്. 2022 മാതൃഭൂമി പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് A സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവിനാണ്. ഇനി 2023 തന്നെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് 5 പേർക്കാണ്. ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ലഭിച്ചത് പുനലൂർ സോമരാജനാണ്. രണ്ടാമത് ഡോക്ടർ VN ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. മൂന്നാമത് രവി DC എന്ന് പറയുന്ന വ്യക്തിക്കാണ്. നാലാമത് ലഭിച്ചിട്ടുള്ളത് അതായത് പ്രധാനമായിട്ടും പണ്ഡിറ്റ് രമേശൻ നായർ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അഞ്ചാമത് ലഭിച്ചിട്ടുള്ളത് KM ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ 5 പേർക്ക് കേരള ശ്രീ പുരസ്കാരം 2023 ലഭിച്ചു. ഒന്ന് പുനലൂർ സോമരാജൻ, 2 ഡോക്ടർ PV ഗംഗാധരൻ, 3 രവി DC, 4 പണ്ഡിറ്റ് രമേശൻ നായർ, 5 ആര് എന്ന് ചോദിച്ചാൽ അതായത് പ്രധാനമായിട്ടും KM ചന്ദ്രശേഖർ എന്നുള്ളതാണ്. ഇനി അത്തരത്തിലുള്ള അതായത് 2022-23 കാലഘട്ടങ്ങളിലെ ചോദിക്കാൻ സാധ്യതയുള്ള അതായത് 24 പുരസ്കാരമാണ് എപ്പോഴും 2023 പ്രഖ്യാപിക്കപ്പെടാറുള്ളത്. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷകൾക്ക് അവിടെ നിന്നും ചോദ്യങ്ങളുണ്ടാകും, ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാകും. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.